ഹലോ ഗൈസ്, രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നമ്മുടെ പാവക്കുട്ടിയുടെ വഴക്കാണ് ഗൈസ്. കുറച്ച് പണിയൊക്കെ ഉണ്ട്. പാത്രം കഴുകാൻ കിടക്കണം, കറി വെക്കാൻ കിടക്കണം, ചോറാക്കാൻ ഉണ്ട്, കാപ്പി ഉണ്ടാക്കണം. പിന്നെ പാവത ദോശ കഴിക്കുകയാണ് ഗൈസ്. ഹായ് പാവ, ഹായ്. ഇപ്പോൾ പാവക്കുട്ട അവിടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാനിവിടെ പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ കുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്, ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ നോക്കിയാൽ കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അവൾ എന്തുവാ ചെയ്യുന്നതെന്ന്. വഴക്കൊന്നുമില്ല, ഇരുന്നോളും. എന്തെങ്കിലും ടോയ് വെച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നോളും. കുഞ്ഞിന് വഴക്കൊന്നുമില്ല അങ്ങനെ. പിന്നെ ഞാൻ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 സവാള, ഒരു തക്കാളിക്ക്, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും ഇട്ട് ഞാൻ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴലണം. അപ്പോൾ ഈ കറിക്ക് നമ്മൾ സവാള എന്തുമാത്രം വഴറ്റണോ അത്രയും ടേസ്റ്റ് കറിക്കുണ്ടാവും. അപ്പോൾ ഒരു സ്പൂണല്ല, ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ കറി മസാലയാണ് ചേർത്തത്. ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതുവരെ നമ്മൾ ഇളക്കുക. പിന്നെ കടല ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് വെള്ളക്കടലയാണ്. വെള്ളക്കടല ഇവിടെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കടലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.